ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. നമുക്കതിന് ഉള്ളി വേണം, പിന്നെ ഒരു ഫുൾ തേങ്ങ ചിരണ്ടിയത് വേണം, ഒരു സവാള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, പിന്നെ മാങ്ങക്കറിക്ക് എന്തായാലും മാങ്ങ വേണം, അപ്പോൾ മാങ്ങയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാങ്ങക്കറി ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കിടക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചു. തേങ്ങ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ടാണ് തിരിച്ച് വയ്ക്കുന്നത്. നമ്മൾ ഇവിടെ ഇഞ്ചി അരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീളത്തിൽ അരിയണം. ഒരു സവാള എടുത്തത് ചെറുതായിട്ടായി നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പം നമ്മൾ ഒന്നാം പാല് രണ്ടാം പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മൂന്നാം പാൽ നമ്മൾ എടുക്കുന്നില്ല. പിന്നെ നാടൻ ചൊറുക്കയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് പതിയെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോഴേക്കും നമ്മുടെ മസാല ഒന്ന് വെന്ത് കിട്ടും. നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ വേണം നമ്മളിപ്പോൾ ചെയ്യുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്, സ്പൂൺ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. തിളച്ച വെള്ളമായതുകൊണ്ട് കൈ നല്ലോണം പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ഏകദേശം ഒന്ന് മിക്സാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാണിത് മിക്സ് ചെയ്തിപ്പോൾ വയ്ക്കാൻ പോകുന്നത്. ആവശ്യത്തിന് വെള്ളം മതി, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, ഒഴുകി നടക്കും, അപ്പോൾ ഒരു ഇതുണ്ടാവില്ല. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ നമ്മളൊന്ന് സ്മാഷ് ചെയ്യാണ്, ഇടിച്ച് ചമ്മന്തിയാക്കാണ്. നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷമാണ് നമ്മളിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നീര് പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് നമ്മളിട്ടിട്ട് ഇത് മിക്സ് ചെയ്യാണ്, നന്നായിട്ട് സ്മാഷ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ നീര് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സ്മാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതൊന്ന് സ്മാഷ് ചെയ്ത് നീര് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുള്ളി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് സ്മാഷ് ചെയ്ത് ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്, ചൊറുക്കി ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ചൊറുക്ക് ഒഴിച്ചാൽ മതി. മാങ്ങേൻ്റെ പുളി അനുസരിച്ച് നമ്മൾ വീണ്ടും ചൊറുക്ക ആഡ് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ സ്മാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ കുപ്പി എണ്ണ തീർന്നു പോയി. അപ്പോൾ രണ്ടാമത് പുതിയ കുപ്പി പൊട്ടിച്ച് നമ്മളിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരമണിക്കൂറോളം ഇതവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മങ്കറി ഉണ്ടാക്കാനായിട്ട് കിടക്കാം. സിമ്പിളാണ്, വളരെ ഈസിയാണ്, നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഇതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഒന്ന് നമ്മൾ വേവിക്കുകയാണ്. ഒന്ന് വഴട്ടിയെടുക്കുകയാണ്. ചിലയിടത്ത് ഇത് വഴട്ടുന്നതിനോടൊപ്പം തന്നെ ഇത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് പാലിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മാങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേറെ രീതിയിലാണ് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് ഏകദേശം വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോകണിനി. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് കാണുന്ന വരെ നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കും, വാട്ടിക്കൊണ്ടിരിക്കും. ആ മസാലയിൽ നിന്ന് എണ്ണ വേർവിട്ട് തെളിഞ്ഞ് കാണുന്ന വരെ നമ്മളിത് മിക്സ് ചെയ്ത് നമ്മളിത് വേവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ തെളിഞ്ഞ് കണ്ടു തുടങ്ങി. ഇനി എണ്ണ തെളിഞ്ഞു തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ വെക്കുന്നൊരു മാങ്ങക്കറീൻ്റെ സ്റ്റൈലാട്ടോ അത്. അപ്പോൾ നമ്മുടെ രണ്ടാം പാലൊന്ന് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ വൺ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ഡയറക്ഷനിൽ വേണം എപ്പോഴും മിക്സ് ചെയ്യാൻ. എതിർദിശയിലൂടെ മിക്സ് ചെയ്തേക്കരുത്.
അങ്ങനെ നമ്മുടെ രണ്ടാം പാൽ തിളച്ചു തുടങ്ങി. അപ്പോൾ ഇതിലേക്ക് നമ്മളവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യാണ്. ഒരു ഡയറക്ഷനിലായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ രണ്ടെണ്ണം ഒന്ന് തേങ്ങ പിരിഞ്ഞും പാൽ പിരിഞ്ഞും രണ്ടാമത്തേത് മാങ്ങ ഉടയാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ വൺ ഡയറക്ഷനിലാണ് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഒന്നാം പാലിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നാൽ നമ്മളതൊന്ന് കുറുക്കി എടുക്കുകയാണ്. പകുതി നമ്മളിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. അതിന് നമ്മൾ കുറുക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാലിൻ്റെ ബാക്കി ഒഴിക്കുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാക്കി തേങ്ങാപ്പാലുണ്ട്, അത് നമ്മളിതിലേക്ക് പതിയൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇപ്പോൾ ഒന്ന് വേവിക്കുന്നത്, ചൂടാക്കുന്നത്. അപ്പം നമ്മൾ ഒന്നാം പാലിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുത്തു. അന്നേരം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു, നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഇനി നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയുണ്ട്, വേപ്പിലയുണ്ട്, വറ്റൽമുളകുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ വഴറ്റാനായിട്ട് നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി ആ എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പില ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഉള്ളിയും വേപ്പിലയും നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് വഴട്ടാണ്. ഒരു നേരം ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമ്മൾ വറ്റൽമുളക് കരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വറ്റൽമുളക് ഇടാതെ ഉള്ളിയും വേപ്പിലിട്ടത്. നമ്മളിപ്പോൾ അതേ വറ്റൽമുളക് ഇട്ടു. നമ്മളതൊന്ന് മിക്സ് ചെയ്യാണ്. നമുക്ക് നോക്കിയാൽ കാണാം സവാളയൊക്കെ ഒരു ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് വേവിക്കുകയാണ്, ഒന്ന് ചൂടാക്കുകയാണ്. നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുത്തു. അതാണ് നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി, അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മളത് പാത്രത്തിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. See you soon. Bye.